അല്ലാതെ പ്ലീസ് കട അടച്ചിട്ടില്ല, അവിടെ നിൽക്കട്ടെ. വേണ്ട, ഇപ്പൊ ഒന്നും പറയണ്ട, മുജീബ് വരട്ടെ. ഓഫ്, ഒരാഴ്ചയായി വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് ഇനി മതിയാക്കായത്. എടാ, ദേശസ്നേഹി ഗ്രൂപ്പിൽ ഒരുത്തം കയറി വന്ന് ചൊറിഞ്ഞിട്ടുണ്ട്. എടാ, നീ ഒരു കാര്യം ചെയ്യടാ ദേവാ. ചേട്ടൻ പറഞ്ഞാൽ ശരി, ഒരു പോസ്റ്റ് ഇട്. അപ്പൊ അവനൊരു മൂപ്പ് കൂടും. ഉടനെ തന്നെ ഞാൻ കയറി തണ്ട കുളിച്ചോളാം. എടാ ചന്ദ്ര, ചന്ദ്ര, നീ ഇല്ലടാ ഗ്രൂപ്പില്? ഉടനെ തന്നെ നീയും വിളിച്ചോണ്ട് കേട്ടോ തന്തക്ക്, അല്ലെങ്കിൽ എല്ലാരും കൂടി നമുക്കിട്ട് പൊങ്കാലിടും. നീ ഒന്ന് ചുമ്മാരി. ഇവിടെ ഒരുത്തൻ എന്നോട് ഭയങ്കര സ്നേഹം. ഏത് ഗ്രൂപ്പിൽ? മാതാജി ഗ്രൂപ്പിൽ കണ്ടോ, ഫുക്ക് യുവർ മോദർ ബസ്റ്റാഡ് എന്നും പറഞ്ഞേ അവനൊരു ലൈക്ക് ഇട്ടിട്ടുണ്ട്. ഞാനും കൊടുത്തൊരു ലൈക്ക്. എടാ മണ്ട, അവൻ നിന്റെ തള്ളക്ക് വിളിച്ചാണ്. എന്റെ ചന്ദ്ര, എന്താ അത്? ഇത് കുഴപ്പാവൂട്ടാ. എടാ, ഇത് ബോംബാന്ന് തോന്നുന്നു. എടാ, നീ ബോംബ് നേരത്തെ കണ്ടിട്ടുണ്ടോ? ഇതാണോ ബോംബ്? ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് അത് തന്നെ കേട്ടാ, പല ടൈപ്പ് സാധനം ഉണ്ട് ഇത്. ആരെങ്കിലും ഒന്ന് വിളിച്ചു നിങ്ങള്? അതെ, കുറച്ച് ഇറങ്ങി നോട്ടാ നിങ്ങൾ, ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ഹലോ, ബോംബോ? എന്തിരിവാണത്? നിനക്ക് ആ റോയിൽ നിന്ന് മേടിച്ചാ പോരെന്നാ? റോയിൽ തന്നെ മേടിച്ച. പിന്നെന്തോ രുചിക്കുറവും ഒടുക്കത്തരും. നീ അടുത്ത് പോയി കുടിച്ചേ. വണ്ടി വരുന്നത് വിട്ടോളാ. സാധനം മാറ്റണം, വേഗം മാറ്റി, വേഗം മാറ്റുന്നു. മാറിയല്ലേ? ആരടാ ബോംബുണ്ടോ? അതിലെന്താണെന്ന് അറിയാൻ പാടില്ല സാറേ, അതാണ്. സാറിന് വിഷയങ്ങളൊക്കെ അറിയാലോ. അല്ല സാറേ, ഇനി ചിലപ്പോൾ മനഃപൂർവ്വം അവര് നമ്മുടെ അമ്പലത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോഞ്ഞു. നീയൊക്കെ നശിപ്പിച്ച് ഇറങ്ങുമല്ലേ? എന്തോന്ന് കണ്ടോണ്ടിരിക്കുന്നത്? കണ്ടല്ലോ എല്ലാരും. പോ, മാറി മാറി പോ, അങ്ങോട്ട് മാറിക്ക്. എല്ലാരും വീട്ടിൽ പോ. സമാധാനമല്ലോ. നാട്ടുകാരെ, നിങ്ങൾ അറിഞ്ഞോ? നമ്മുടെ ഓമന ബാബാജി, രാജേന്ദ്ര ചേട്ടൻ പൊന്നുമകൻ കള്ളക്കേസിലകത്താണ്. ജയിലിൽ നിന്നു കിടപ്പാണ്. വാവാ ജയിലിൽ കിടക്കുമ്പോൾ ഞങ്ങൾ വീട്ടിൽ ഉറങ്ങില്ല. വാവേ ജയിലിൽ അടച്ചിട്ട് വിരസി നടക്കും ചട്ടകളെ നിന്നെ പിന്നെ കണ്ടോളാം. നിന്നെ പിന്നെ കണ്ടോളാം. വാവേ ജയിലിൽ അടച്ചിട്ട് വിരസി നടക്കും ചട്ടകളെ പിന്നെ കണ്ടോളാം. നമസ്തേ പ്രിയരെ, പ്രകടനം നടത്തിയില്ലെങ്കിലും വാവ പുറത്തിറങ്ങും. അതിനുള്ള ഏർപ്പാടുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കരുത്ത് തെളിയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രകടനം. ഒരിക്കലും നമ്മൾ വിട്ടുകൊടുക്കരുത്. നമ്മൾ തോറ്റു കൊടുക്കാൻ തുടങ്ങിയാൽ എന്നും തോറ്റുകൊണ്ടേയിരിക്കും. വാവ നാളെ റിമാൻഡിൽ നിന്നിറങ്ങും. ജയിലിൽ കയറിയ വാവ പുറത്തിറങ്ങുന്നത് പഴയ വാവയായിട്ടല്ല. സംഘടനയ്ക്ക് വേണ്ടി ശത്രുവിന്റെ കോട്ടക്കൊത്തളങ്ങൾ ഭേദിച്ചവനാണവൻ. ഇനി മുതൽ വാവ നമ്മുടെ സംഘടനയുടെ മുഴുവൻ സമയ പ്രവർത്തകനായിരിക്കും. സംഘടനയുടെ ആഗ്നേയ അസ്ത്രമാണവൻ. ആഗ്നേയ അസ്ത്രമാണ്. ജയ് ഭാരത്. बोलो राजस्थान की शैलेंद्र कुमार बाबा जी की।
बोलो राजेश नहीं शैलेंद्र कुमार बाबा जी की जय जय केजीपी जय जय केजीपी സമയേ ഇപ്പൊ ഇറങ്ങായിരിക്കും. बोलो बाबा जी की, बोलो बाबा जी की, बोलो बाबा जी की, बोलो राष्ट्र स्नेही बाबा जी की, बाबा जी की. ജയ് ഭാരത് ജയ് ഭാരത് ജയ് ഭാരത് ജയ് ഭാരത് ജയ് ഭാരത് കേറ്റി കേറ്റി വണ്ടി കേറ്റി വണ്ടി കേറ്റി ജയ് ഭാരത് ജയ് ഭാരത് ജയ് ഭാരത് നല്ലട്ടാ ഞാൻ ബസ്സിൽ വന്നോളാം ഇതൊന്നും വേണ്ട മിണ്ടായിരുന്നു ബാബാജിയാ അതാരി വണ്ടിയുടെ जय जय बाबा जी बाबा जी की बाबा जी की അവരിറക്കിട്ട് മുന്നോട്ട് പോകാൻ വണ്ടി പോകാൻ ചെല്ലി ജയ് ജയ് മോഹൻ ജി 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 जय जय बाबा जी ജയ് ജയ് മോഹൻ ജി ജയ് ജയ് ബാബാ ജി ജയ് ജയ് മോഹൻ ജി ചെറുക്കനെ പിടിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. അതൊക്കെ ആരാണ് KGPയുടെ ആശയവും ആവേശവുമായ വ്യക്തിജീവിതത്തിൽ നേരിന്റെയും നെറിവിന്റെയും പക്ഷത്ത് നിൽക്കുന്ന നമ്മുടെ വാവയെ എതിരാളികൾ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച വിവരം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. ജയിലിനെ തറവാട് പോലെ കാണുന്ന പോരാളികളുടെ പ്രസ്ഥാനമാണ് KGP. ഈ അവസരത്തിൽ ഈ ധീരനായ നായകനെ നമ്മുടെ സ്വന്തം വാവയെ അനുമോദിക്കുന്നതിനും ഉപഹാര സമർപ്പണത്തിനും ആശംസകൾ അർപ്പിക്കുന്നതിനും KGPയുടെ പൂജ്യനായ സമാരാധ്യനായ ജില്ലാ പ്രസിഡന്റ് മോഹൻജിയെ ആദരപൂർവ്വം ഞാൻ ക്ഷണിച്ചുകൊള്ളുകയാണ്. ജയ് ഭാരത്. ഹാരാർപ്പണം ഹാരാർപ്പണം. ജയ് ജയ് ബാബാജി. നമസ്തേ നമസ്തേ ബാബാജി. जय केजीपी, जय केजीपी, जय मोहनजी, जय जय बाबाजी, जय जय केजीपी, बोलो केजीपी की, പൂജനീയ മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, അന്യമതസ്ഥരായ സഹോദരങ്ങൾ, ഇതൊരു സംഭവമായി ഞാൻ കാണുന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ ഇത് സംഭവിക്കേണ്ടതായിരുന്നു. വാവയല്ലെങ്കിൽ മറ്റൊരാൾ. നമ്മുടെ രാജ്യം ഇതെങ്ങോട്ടാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്? പിറന്ന നാട്ടിൽ അന്തസ്സിനും അഭിമാനത്തിനും വേണ്ടി പോരാടുന്നവർക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരും. വാവയെക്കുറിച്ച് ഞാൻ പലപ്പോഴായി കേട്ടിട്ടുണ്ട്. ധീരനാണ് ഈ യുവാവ്. ആർഷഭാരത രക്തം സിരകളിൽ പേറുന്ന പോരാളിയാണ് ഈ വാവ. കടന്നുപോയ കാലത്തെ മുൾവഴികളെ കുറിച്ചല്ല വാവ ആലോചിക്കുന്നത്. ഞാൻ ഈ പോരാളിയെ എങ്ങനെയാണ് അഭിനന്ദിക്കുന്നത്? അദ്ദേഹത്തെ ഓർത്ത് ഞാനും പ്രസ്ഥാനവും അഭിമാനം കൊള്ളുകയാണ്. ഈ ധീരനെ KGPയുടെ സൂര്യശോഭയാർന്ന വിളക്കായി ഞാൻ പ്രഖ്യാപിക്കും. ആർക്കെങ്കിലും വാവയെ ഇല്ലാതാക്കണമെന്ന മോഹമുണ്ടെങ്കിൽ അത് നടക്കില്ലെന്നും, നാളെ വാവ ബലിദാനിയായി ഈ മണ്ണിൽ മരിച്ചു വീണാൽ 1000 വാവമാർ ആ രക്തത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും ഞാൻ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. വന്ദേ മാതരം, वंदे मातरम വന്ദേ മാതരം. ജയ് KGP, ജയ് KGP, ജയ് KGP. അതെ, ഇവര് പള്ളത്തുനിന്ന് വരികയാണ്. നാളെ നമ്മുടെ ഒരു പരിപാടി ഉണ്ട് അവിടെ. നീ പോണം. ഓട്ടം പോകാനാണ്. ഓട്ടം പോവാനോ? എടാ, നിനക്കുണ്ടായ കാര്യങ്ങളും ജയിലിലുണ്ടായ പീഡനങ്ങളും അതിന്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയും കുറിച്ച് ഈ പള്ളത്ത് നടക്കുന്ന യോഗത്തിൽ വിശദീകരിക്കണം. എന്ത് പീഡനം?
അവിടെ പീഡനമൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ബഹുമാനമായിരുന്നില്ലേ? ഞാൻ തീവ്രവാദി ആയതുകൊണ്ട് എന്നെ ആരും ഒരു തെറി പോലും പറഞ്ഞിട്ടില്ല. നല്ല ശാപ്പാടും. പിന്നെ ഗൂഢാലോചനയൊന്നും ഇല്ല ചേട്ടാ. ആ സമയത്ത് പള്ളിയിൽ കയറി ചെന്നിട്ട് നമ്മൾ വേറെ പരിപാടിക്ക് പോയാന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അവർ പേടിച്ചിട്ട് ചെയ്തതാ. പിന്നെ ആ മുക്രിയുടെ വൈരാഗ്യവും. അത് തന്നെ. അബദ്ധവശാൽ നീ പള്ളി കയറിയതിന് നിന്നെ തീവ്രവാദിക്ക് തല്ലിയില്ലേ? അത് അവിടെ പോയിട്ട് പറയണം. അതിന് എന്നെ ആരും തല്ലിയിട്ടില്ല. ഈ പാതിരാത്രി അമ്പലത്തിലാണ് കയറിയെങ്കിൽ നിങ്ങൾ ബാക്കി വെച്ചേക്കോ? നിന്റെ അതെ, അധികം സാഹിത്യമൊന്നും പറയണ്ട, നീ പോണം. പിന്നെ ഈ വഴിയിൽ ഓട്ടർ ഷൈഡ് എടുക്കുന്ന പരിപാടിയില്ലേ, അത് നിർത്തിക്കോ. പിന്നെ വീട്ടിൽ ചെലവിന് നിങ്ങൾ തരുമോ? നല്ലട്ടാ തരും. ഞാനല്ല, ജില്ലാ കമ്മിറ്റി അതിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതെ, ഓട്ടോറിക്ഷ ആർക്കെങ്കിലും വാടക കൊടുത്തു കേട്ടാ. അപ്പോൾ നാളെ ഓക്കെ. വാടാ. എന്താണ് ഒരു വലിയ രഹസ്യം പറച്ചില്? എന്താണ് പുള്ളി പറഞ്ഞത്? അയാൾക്ക് ഭ്രാന്ത്. പ്രിയമുള്ളവരെ, എനിക്ക് പ്രസംഗിച്ചുള്ള ശീലമില്ല. അനൗൺസ് ചെയ്താണ് ശീലം. അതുപോലെയല്ലല്ലോ പ്രസംഗം. സത്യമായിട്ടും എനിക്ക് പറ്റിയൊരു അബദ്ധമായിരുന്നു ആ പള്ളിയിലെ സംഭവം. കുറച്ച് പേർക്കെങ്കിലും അത് അറിയാവുന്നതാണ്. അല്ലാതെ ഒരു കാര്യത്തിലും അങ്ങനെ തീവ്രമായി നിൽക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ വിശ്വാസം എനിക്ക് പ്രധാനമാണ്. അതുപോലെ മറ്റുള്ളവരുടെ വിശ്വാസത്തെ ഞാൻ മാനിക്കുന്നു. ഇത് ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. എന്നുവെച്ച് എൻ്റെ മാത്രമല്ലല്ലോ, മറ്റു മതക്കാരുടെയും വിശ്വാസികളുടെയും ഒക്കെ രാജ്യമാണിത്. എനിക്കുള്ള അതേ അവകാശം എല്ലാവർക്കും ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ്. കുടുംബം എൻ്റെ ചുമലിലാണ്. ഒരു പെങ്ങളാണുള്ളത്. അവളുടെ വിവാഹാലോചന ഇത് കാരണം മുടങ്ങി. ഇതിൻ്റെ പേരിൽ എന്നാരും പോരാളിയാക്കരുത്, തീവ്രവാദിയാക്കരുത്. എൻ്റെ പെങ്ങൾക്കും എന്നെ ആലോചനകൾ ഇനി മുടങ്ങരുത്. എല്ലാവരും പോലെ എനിക്കും ജീവിക്കണം. പലരും ഇപ്പം എന്നോട് മിണ്ടുന്നില്ല, എൻ്റെ ഓട്ടോയിൽ കയറുന്നില്ല. അതെനിക്ക് സഹിക്കാൻ കഴിയണില്ല. ഞാനൊരു പാവ മനുഷ്യനാണ്. ദയവേത് എന്നെ ദ്രോഹിക്കരുത്. അല്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. നിർത്തുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, ഗുരുജനങ്ങളെ, പ്രിയ സഹോദരങ്ങളെ, പൂജ്യ ബാവാജി സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും തീവ്രവും മുനകളൊളിപ്പിച്ചതുമായ ഒരു പ്രസംഗമായിരുന്നു അത്. നിങ്ങളിൽ പലർക്കും അത് മനസ്സിലായി ആവില്ല. അദ്ദേഹത്തെ പോലെ ഒരു തികഞ്ഞ സംഘടനാ സ്നേഹി, ആത്മബോധമുള്ള ഒരു സമുദായ സ്നേഹി, ആത്മനിയന്ത്രണമുള്ള ഒരു പോരാളി വെറും കവലച്ചട്ടമ്പികൾ പറയുന്നത് പോലെ അവർ പറയില്ല. നിങ്ങൾ ഓർത്തു നോക്കൂ, എന്താണ് അദ്ദേഹം പറഞ്ഞത്? എനിക്ക് പറ്റിയത് ഒരബദ്ധമായിരുന്നു. എന്നെ പള്ളിയിൽ വെച്ച് കണ്ടത്, എന്നെ പള്ളിയിൽ വെച്ച് പിടിച്ചത് അതെന്റെ ഒരബദ്ധമായിരുന്നു. അപ്പോൾ എന്താണ് അതിൻ്റെ മറുഭാഗം? ഇനി അബദ്ധം പറ്റില്ലെന്നാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ശരിയായ രീതിയിലല്ലെങ്കിൽ ഇനിയൊരബദ്ധം പറ്റില്ല. പിന്നെ പറഞ്ഞതെന്താണ്? ഞാൻ തീവ്ര നിലപാടുള്ളയാളല്ല. അതായത് വേണ്ടി വന്നാൽ തീവ്ര നിലപാടുകൾ എടുക്കും എന്നാണ്. നിങ്ങൾക്കത് താങ്ങാനാകില്ല എന്നാണ്. പിന്നെയോ, ഇതെന്റെ നാടാണ്. എനിക്കുള്ളതുപോലെ അവകാശം
മറ്റുള്ളവർക്കുമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു മറുവശമുണ്ട്. എൻ്റെ അത്ര അവകാശമേ നിങ്ങൾക്കും ഇവിടെയുള്ളൂ. അതിനപ്പുറം കടക്കേണ്ട എന്നാണ് വീണ്ടും അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ എന്നോട് കാണിക്കുന്നത്, എന്നോട് മിണ്ടാത്തത്, എൻ്റെ വണ്ടിയിൽ കയറാത്തത്, എന്നെ സങ്കടപ്പെടുത്തുന്നത് ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്നവരെ സങ്കടപ്പെടുത്തുന്നതിന് തുല്യമാണ്. അങ്ങനെ സങ്കടപ്പെടുത്തിയാൽ എനിക്ക് എന്നെ തന്നെ അവസാനിപ്പിക്കേണ്ടി വരും. അതിൻ്റെ അർത്ഥം ആത്മഹത്യ ചെയ്യുമെന്നല്ല, ബലിദാനിയാകുമെന്നും അല്ലെങ്കിൽ ചാവേറാകണമെങ്കിൽ ചാവേറാകുമെന്നുമാണ്. ധീരനായ വാവാജിയുടെ വാക്കുകൾ, ആ വാക്കുകളിൽ നിന്നും നമ്മൾ ഊർജ്ജം ഉൾക്കൊള്ളണം. വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം, വന്ദേ മാതരം. ഇതവനല്ലേ ആ പള്ളി കയറിയ? അതവൻ തന്നെടാ. ഹലോ, ഞാൻ ദാ അങ്ങോട്ട് വരിക. കല്യാണമൊക്കെ അവിടെ നടക്കട്ടെ. ഞാൻ നിനക്ക് നല്ല പൊറോട്ടയും ചിക്കൻ കറിയും മേടിച്ചുകൊണ്ട് വരാം. അല്ലെങ്കിൽ ബിരിയാണി വേണോ? അമ്മോട് പറ, എല്ലാവർക്കും ഉള്ള ഭക്ഷണം ഞാൻ മേടിച്ചുകൊണ്ട് വരും. നീ ഇനി അവിടെ നോക്കിയിരിക്കണ്ട, നമുക്ക് തകർക്കണ്ടേ? നമ്മളെ ചാമ്പാനുള്ള പരിപാടി ഒന്നൊന്നും കട തകർക്കൊന്ന്. പിന്നെ സൂക്ഷിച്ചോ. എന്താ പ്രശ്നം? എന്ത് എന്താ തകർക്കൊന്ന് പറഞ്ഞു? എന്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ലട്ടാ. എന്ത് പ്രശ്നം? നിങ്ങൾക്കിപ്പോൾ എന്താ പ്രശ്നം? ഞങ്ങളല്ല പ്രശ്നം ഉണ്ടാക്കിയത്, നിങ്ങളാ പ്രശ്നം ഉണ്ടാക്കിയത്. ഇദ്ദേഹം വെറുതെ ആവശ്യമില്ലാണ്ട് എന്നെ മെക്കിട്ട് കയറിയാൽ ഒറ്റെണ്ണത്തിന് വെറുതെ വിടൂല. ഞങ്ങളെ തൊട്ട് ഞങ്ങളും വെറുതെ വിടില്ലടാ. നിനക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയൊന്നും പോരാലേ, എന്നെ കാണിച്ചാലോ ഞാൻ വിടില്ലടാ. എന്നെ തല്ലാൻ കയറിയിട്ട് പിന്നെ വെല്ലുവിളിക്കണ പാടാ കാണിച്ചാ. തനിക്കിപ്പോ എന്താ വേണ്ടത്? 10 പൊറോട്ട, 2 ചിക്കൻ ഫ്രൈ, 2 ബിരിയാണി.